ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. CPIM ഉറച്ച നിലപാടാണ്, അതിജീവിതക്കൊപ്പമാണ്. ആ നിമിഷം മുതൽ ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അതെ, പോലീസ് ഒത്തു കളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാകുക. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്നാണല്ലോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി. ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റത്തിന് മതിയായ തെളിവുകളില്ല എന്ന കാരണം പറഞ്ഞാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ B, വിജീഷ് VP, സലീം H, പ്രദീപ് എന്നീ 6 പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് കോടതി പിന്നീട് വിധിക്കും. ഇവർ കുറ്റക്കാരാണ്, ഇവർക്കെതിരെ ഗൂഢാലോചന, ബലാത്സംഗ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ ദിലീപ് ഈ സംഭവത്തിൽ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തും വിധം ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതിനുള്ള കാരണമായി കോടതി പറഞ്ഞത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരികയാണ്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതിൽ ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിച്ചും അതോടൊപ്പം തന്നെ ഇതിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കപ്പെട്ടില്ല എന്നുമുള്ള 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഈ കേസിന്റെ ഉദ്ഭവം മുതൽ ഉണ്ടായിരുന്ന 2 വിചാരങ്ങൾ, ആ 2 തരത്തിലുള്ള വാദങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ച് നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആജീവനാന്തം താൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ദിലീപ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് B രാമൻപിള്ള പറഞ്ഞത്, ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസ്, ഒരു തെളിവുമില്ല, ഇതൊരു കള്ളക്കേസാണ്, അതുകൊണ്ട് തന്നെ ഈ വിധിയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് മുതിർന്ന അഭിഭാഷകൻ, ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് B രാമൻപിള്ള പറഞ്ഞത്. ഒരു കള്ളക്കേസ് ആയതുകൊണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇതിൽ ഒരു തെളിവും നിലനിൽക്കാത്തത് കൊണ്ടുമാണ് ഈ കേസ് 8 വർഷവും താൻ അതിനോടൊപ്പം ഈ കാലം അത്രയും ആ കേസിന് വേണ്ടി നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുകൂടി മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് B രാമൻപിള്ള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ദിലീപ് പറഞ്ഞതിന് അദ്ദേഹവും സാധൂകരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു ഉന്നത ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരുമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നതായിരുന്നു ദിലീപ് നടത്തിയ പ്രതികരണത്തിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.